എൻ.ഡി.എ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന സമയം വരെ രാജ്യത്ത് ഇന്ധനവില കൂട്ടണമെങ്കിൽ പ്രത്യേക സമിതി ചേർന്ന് ആലോചിച്ച് പ്രഖ്യാപിക്കണമായിരുന്നു. ഓരോ തവണയും ഇന്ധനവില വർദ്ധിപ്പിച്ചപ്പോഴും ഇവിടെ സമരങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എൻ.ഡി.എ സർക്കാർ വന്നതിന് ശേഷം ഇന്ധനവില തീരുമാനിക്കാനുള്ള അധികാരം കമ്പനികൾക്ക് നൽകി. അതോടെ എല്ലാ ദിവസവും വില മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അധികാരം കമ്പനികൾക്ക് നൽകിയപ്പോൾ ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ നിരക്ക് കുറയുമെന്നാണ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം. എന്നാൽ 70ലും 80ലും കിടന്ന പെട്രോൾ വില അടിക്കടി വർദ്ധിച്ച് 100 കടന്ന ശേഷം ഒരിക്കലും 100 താഴേക്ക് എത്തിയിട്ടില്ല. ക്രൂഡ് ഓയിൽ വില പഴയതിലും കുറഞ്ഞിട്ടും ഇന്ധന വിലയിൽ ഒരു കുറവും നൽകുന്നില്ല. പഴയ വാഗ്ദാനത്തെക്കുറിച്ച് സർക്കാർ ഒന്നും മിണ്ടുന്നില്ല. ഇന്ന് അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വില ബാരലിന് $61 മാത്രമാണ്. 2025 വിലയേക്കാൾ 20% വിലയിടവാണ് ഇതുവരെ ഈ ഒരു വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ 2020 കണക്ക് വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിൽ ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞു കഴിഞ്ഞു. ക്രൂഡ് വില കുറഞ്ഞിട്ടും രാജ്യത്തെ സാധാരണക്കാരെ ദുരിതത്തിലാക്കി പെട്രോൾ ഡീസൽ വില ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില കുറയുമ്പോഴും ആനുപാതികമായി കേന്ദ്ര സർക്കാർ എക്സൈസ് ഡ്യൂട്ടിയും വർദ്ധിപ്പിച്ച് വില അതേപടി നിലനിർത്തുകയാണ്. 2014 എൻ.ഡി.എ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ക്രൂഡ് വില അനുസരിച്ച് പെട്രോൾ ഡീസൽ വില മാറുമെന്നാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. ക്രൂഡിന് വില കൂടിയപ്പോൾ ഇന്ധനത്തിനും വില കൂടി. പക്ഷേ ക്രൂഡ് വില കുറഞ്ഞപ്പോൾ സർക്കാർ നികുതി വർദ്ധിപ്പിച്ച് വില അതേപടി നിലനിർത്തി. 2026 ക്രൂഡ് വില ഇനിയും കുറയുമെന്നാണ് ആഗോള വിപണി പറയുന്നത്. എന്നാൽ നിലവിലെ രീതി സർക്കാർ തുടർന്നാൽ അതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കില്ല. റിലയൻസ്, നയാര പോലുള്ള സ്വകാര്യ എണ്ണ വിപണന കമ്പനികൾക്കും സർക്കാരിന്റെ ഈ നയം നേട്ടമാണ്. ക്രൂഡ് വില കുറഞ്ഞതോടെ സർക്കാരിന്റെ ഇറക്കുമതി ചെലവിലും വലിയ കുറവുണ്ടായിട്ടുണ്ട്. 1 ലക്ഷം കോടി രൂപയുടെ നീക്കുവാക്കിയാണ് ഇതുവഴി ഉണ്ടായത്. രാജ്യത്ത് ഉയർന്നു നിൽക്കുന്ന ഇന്ധനവില മൂലം അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുകയാണ്. ചരക്ക് നീക്കങ്ങൾ ചിലവേറിയതായി തുടരുന്നു. സാധാരണക്കാരുടെ യാത്ര പോലും ചിലവേറിയതായി. ക്രൂഡ് വില കുറയുമ്പോൾ അതിന്റെ നേട്ടം ജനങ്ങൾക്ക് നൽകാതെ എക്സൈസ് തീരുവ വർദ്ധിപ്പിക്കുന്ന സർക്കാർ സമീപനം അംഗീകരിക്കുവാൻ കഴിയുമോ? സർക്കാരിന്റെ ഈ രീതിയോട് വിയോജിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക.